Alhamdulillah. Alhamdulillahilladzi anzala ala abdihi alkitaba wa lam yaj'al lahu 'iwaja. Huwallazi arsala rasulahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Asyhadu an la ilaha illallah wahdahu la syarika lahu wa asyhadu anna Muhammadan abduhu wa rasuluh. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul kiram, usikum wa iyaya awwalan bitaqwallah. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Fi buyutin adzinallahu an turfa'a wa yudhkara fiha ismuhu yusabbihu lahu fiha bil ghuduwwi wal asal. Rijalun la tulhihim tijaratun wala bay'un an dzikrillahi wa iqamis salati wa ita'iz zakat yakhafuna yawman tataqallabu fihi alqulub wal absar liyajziyahumullahu ahsana ma 'amilu wa yazidahum min fadlihi wallahu yarzuqu man yasha'u bighairi hisab. Sadaqallahul azim. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച ആയത്തുൻ നൂർ, സൂറത്തുൻ നൂറിലെ അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു എന്ന സൂക്തത്തിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സൂക്തങ്ങൾ കൂടി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആകാശഭൂമികൾ എന്ന് നമ്മൾ പറയുമ്പോൾ മഹാപ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ് അല്ലാഹു. അനന്തമായ പ്രശോഭിതമായ പ്രഭാപൂരിതമായ ആ പ്രകാശം, അനന്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ആ പ്രകാശത്തെ സൃഷ്ടികൾക്ക് അവൻ്റെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഒപ്പിയെടുക്കാൻ സാധ്യമാവുകയില്ല. അത് ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള ഒരു മനസ്സ് മനുഷ്യന് നൽകിയിട്ടില്ല എന്ന് മറ്റു വാക്കുകളിൽ പറയാം. ഈ ആയത്തിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം ഖസാലിക്ക് ഈ ആയത്തിന് മാത്രം ബന്ധപ്പെടുത്തിയൊരു പുസ്തകമുണ്ട്. ഒരുപാട് ആളുകളെ ചിന്തിപ്പിക്കുകയും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ഒരുപാട് സംഗതികൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഖുർആനിൽ സാധാരണ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാവാൻ പറ്റിയ ലളിതമായ ധാരാളം സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഴത്തിലിറങ്ങി ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഏത് കാലഘട്ടത്തിലും ആളുകളുടെ മുന്നിൽ വെക്കാനും പറ്റിയ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വളരെ ഗഹനമായ ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണത്. പക്ഷേ എങ്കിലും സാധാരണക്കാരന് മനസ്സിലാവാൻ പര്യാപ്തമായ രീതിയിൽ അതിന് വിശദീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുണ്ട്. അനന്തമായ പ്രഭാപൂരിതമായ ഒരു പ്രകാശത്തെ നോക്കിയിരിക്കാൻ മനുഷ്യ മനസ്സിന് കഴിയില്ല എന്ന് പറയും. ഒരു മിന്നലാട്ടം മാത്രം നമുക്ക്. പിന്നെ നമ്മൾ വീണ്ടും മനുഷ്യൻ എന്നുള്ള ആ ലെവലിലേക്ക് നടത്താൻ പോകും. മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റൂഹ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ റൂഹ് ഒരു പ്രകാശമാണ്. അല്ലാഹുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന അതിബൃഹത്തായ ഒരു സംഗതി നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആർക്കും കാണാൻ പറ്റില്ല, പിടിച്ചു വെക്കാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിലും അല്ല.
അതിങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. റൂഹ് പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമുക്കതിൻ്റെ കൺട്രോൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ആ പറച്ചിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ലളിതമായി വിശദീകരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറയണ്ടായി. അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു ചുമരിലൊരു വിളക്കുമാടം പോലെയാണ്. ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. അത് വെറുതെ വെച്ചൊക്കെയില്ല, അതൊരു സ്ഫടിക പാത്രത്തിലാണ്. വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയുള്ള സ്ഫടിക പാത്രം. അപ്പോൾ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയുള്ള സ്ഫടിക പാത്രത്തിലുള്ള ഒരു വിളക്ക് ചുമരിലെ ഒരു മാടത്തിൽ വെച്ചിരിക്കുന്നു. ലളിതമാണ്. ഒരു സ്ഫടികപാത്രം, അത് നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങും എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നക്ഷത്രത്തിൻ്റെ തിളക്കം നമുക്കറിയാം. അങ്ങനൊരു വിളക്ക്. ആ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയെക്കുറിച്ച് പറഞ്ഞു സ്ട്രൈറ്റ് ഫോർവേഡായി കിഴക്കും പടിഞ്ഞാറും അല്ലാത്ത പ്രദേശത്ത് വളർന്നു വന്ന നല്ല ഉത്തമമായ ഒലീവ് വൃക്ഷത്തിൻ്റെ എണ്ണ കൊണ്ടാണ് അത് കത്തിക്കുന്നത്. ഇത് വലിയ ഒരു സംഗതിയാണ്. ഈ വിളക്കുമാടത്തെ മനുഷ്യഹൃദയമായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഈ വിളക്കുമാടം നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിളക്കും അതുപോലെ തന്നെ ഈ പാത്രവും. അത് ശരിയായ നിലയിൽ ആ പാത്രം വെട്ടിത്തിളങ്ങുന്നു എന്ന് പറയും. അപ്പോൾ മനുഷ്യഹൃദയത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സത്യവിശ്വാസം, ഈമാൻ അല്ലെങ്കിൽ റൂഹ്, അതിനോട് മകനെ താരതമ്യം ചെയ്യാം. മനുഷ്യഹൃദയം ആ വിളക്കുമാടമാണെങ്കിൽ അതിലെ വെട്ടിത്തിളങ്ങുന്ന പാത്രവും അതിൻ്റെ ആ മിസ്ബാഹ് വിളക്കും മനുഷ്യന് അടിസ്ഥാനപരമായി നൽകിയിട്ടുള്ള ഹൃദയത്തിൽ എത്തപ്പെടുന്ന റൂഹ്, സത്യവിശ്വാസം അല്ലെങ്കിൽ സത്യവിശ്വാസിയുടെ മനസ്സ്, ഹൃദയത്തിലെ മനസ്സെന്ന് പറയും. ഇനി അതിലേക്ക് കഴിക്കുന്ന എണ്ണ, ലൗലം തംസസു നാറുൻ നൂറുൻ അലാ നൂർ, അതായത് കത്തിച്ചില്ലെങ്കിലും, തീ കത്തിച്ചില്ലെങ്കിലും സ്വയം കത്തുന്ന, അത് ഖുർആന്റെ ഹിദായത്ത്. അപ്പോൾ സ്വയമേ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയിൽ കൂടുതൽ തിളക്കമുള്ള മറ്റൊന്ന് ആവാഹിപ്പിച്ചിട്ട് നൂറുൻ അലാ നൂർ, മേൽക്കുമേൽ വെളിച്ചം. വളരെ ക്ലിയറായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ബോധ്യപ്പെടുത്തി തരിക. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം വനഫഖ ഫീഹി മിർ റൂഹ്, നമ്മുടെ റൂഹ്, അള്ളാഹുവിൻ്റെ റൂഹ് അതിലൂതി. അപ്പോൾ ഹൃദയത്തിൽ റൂഹ്, ആ റൂഹുമായി ബന്ധപ്പെട്ടതാണ് മനസ്സും ഈമാനും. റൂഹിൽ ഉള്ളത് ജ്ഞാനമാണ്, അള്ളാഹു എന്ന ജ്ഞാനം. അത് കൃത്യമായി നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്സന തഖ്വീം എന്ന് പറയുന്നത്, ഏറ്റവും ഉത്തമമായ സൃഷ്ടിപ്പെന്ന് പറയുന്നത് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്. ഖാലു ബലാ ഷഹിദിന, അതെ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന ജ്ഞാനമാണ് ആ റൂഹിനുള്ളത്. അപ്പോൾ ആ റൂഹിൻ്റെ ജ്ഞാനം സ്വയം ഇനി എണ്ണ ഒഴിച്ചില്ലെങ്കിലും ഇത് നല്ലവണ്ണം പ്രകാശിക്കും. കാരണം അങ്ങനെയുള്ള സ്ഥലത്താണ് വെച്ചെങ്കിൽ നല്ല ചില്ലുപാത്രം, അത് ദുര്രിയും കൗക്കബിൻ ദുര്രിയും, അത് നല്ല പ്രകാശമയമായ അല്ലെങ്കിൽ സ്വയം റിഫ്ലക്റ്റ് ചെയ്യുന്ന. അപ്പോൾ മനുഷ്യൻ്റെ, അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ എന്ന ആ സത്തയുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആ ഈമാൻ റൂഹ്, അത് സ്വയമേ തന്നെ പ്രകാശപൂരിതമാണ്. അതിൻ്റെ കൂടെ അള്ളാഹു പ്രവാചകന്മാർ വഴി ഹിദായത്ത് കൂടെ നൽകിയാലോ, എണ്ണ ഒഴിച്ചാലോ, നൂറുൻ അലാ നൂർ, മേൽക്കുമേൽ പ്രകാശം. അങ്ങനെ പ്രകാശത്തിൻ്റെ ഒരു വലിയ ലോകം. എല്ലായിടത്തും പ്രകാശം. കണ്ണിന് പ്രകാശം, ചെവിക്ക് പ്രകാശം, ബുദ്ധിക്ക് പ്രകാശം, ജീവിതത്തിന് പ്രകാശം, വീട്ടിൽ പ്രകാശം, പ്രവർത്തന മേഖലകളിലെല്ലാം പ്രകാശം. അങ്ങനെ പ്രകാശത്തിൻ്റെ കടലിൽ നീന്തുന്ന ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ടുപോകണം. ഇനി ഇത് കുറച്ചുകൂടി ഉയർന്ന ഈ ഉമയെ ചില ആളുകൾ ഉയർന്ന നിലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അനന്തമായ ആകാശം, ആ ആകാശത്തിലെ പ്രപഞ്ചം ഒരു വിളക്കുമാടാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഹൃദയം ഒരു വിളക്കുമാടം എന്നതുപോലെ അനന്തമായ ആകാശം, ആ ആകാശത്തിലുള്ള മൊത്തം പ്രപഞ്ചങ്ങളെല്ലാം കൂടി ഒറ്റ വിളക്കുമാടം. ആ വിളക്കുമാടം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടിക്കും നൽകുന്ന ഇൽഹാം, വഹി, ഇൻസ്പിറേഷൻ. തേനീച്ചയ്ക്ക് വഹി കൊടുത്തെന്ന് പറഞ്ഞു. അതുപോലെ കുല്ലിൻ, അതിനെല്ലാത്തിനും അതിൻ്റെ പ്രാർത്ഥനയും കീർത്തനവും അറിയാവുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ചരാചരങ്ങളിലും പ്രവർത്തിക്കുന്ന
ചൈതന്യം. എല്ലാവർക്കും റൂഹുണ്ടായിക്കൊള്ളുന്നില്ല, ഹയാത്ത്, ജീവൻ ഉണ്ടാവും. ഇനി ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വൈബ്രേഷൻ ഉണ്ട്, അതൊരു തരത്തിലുള്ള ഇൻസ്പിറേഷനാണ്. ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് ജീവനുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മറ്റൊരു തരത്തിലുള്ള ജീവ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന് വെള്ളമാവുക എന്ന വിജ്ഞാനം അതിൽ തന്നെ നിക്ഷിപ്തമാണ്. അവിടെയും ഈ നൂറുൻ അല നൂറ് ഫിറ്റാണ് എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ആ മേഖലയിലും ചിന്തിച്ചിട്ടുണ്ട്. ഇനി ഓരോ ആറ്റത്തിൻ്റെയും ഉള്ളിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള അതിൻ്റെ ന്യൂക്ലിയസിനെ ഒരു വിളക്കുമാടമായി സങ്കല്പിച്ചാൽ ആ ന്യൂക്ലിയസിലേക്ക് പാഞ്ഞു വരുന്ന എനർജിയാണ് യഥാർത്ഥത്തിൽ ഇതിനെ നിലനിർത്തുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആറ്റം മുതൽ ബ്രഹ്മാണ്ഡ കടാഹം വരെയുള്ള എല്ലാ സൃഷ്ടികൾക്കും ഒരു കേന്ദ്രബിന്ദുണ്ട്, മനുഷ്യന് ഹൃദയം എന്നതുപോലെ. അങ്ങനെ സ്വയം പ്രകാശിക്കുന്നതും അതിലൂടെ മേൽക്കുമേൽ പ്രകാശിക്കുന്ന തരത്തിൽ ഹിദായത്തിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതുമായ ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഈ പ്രകാശം പ്രശോഭിതമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കേന്ദ്രങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അത് സംബന്ധമായ ആയത്താണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണ് ആ പ്രകാശം പ്രത്യേകമായി കേന്ദ്രീകരിക്കപ്പെടുന്നത്. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അത് കെട്ടിയുണ്ടാക്കാനും അവൻ്റെ നാമം അവിടെ സ്മരിക്കപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകിയിരിക്കുന്നു. ബൈത്തുല്ലാഹ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ആദ്യമായി ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്ത ഭവനത്തെക്കുറിച്ച് നമുക്കറിയാം. ബൈത്തുൽ മഅമൂർ, മലക്കുകൾ ആരാധിക്കുന്ന ആകാശലോകങ്ങളിലെ കഅബയുടെ അതേ മോഡലിലുള്ള അതേ പ്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് ഭൂമിയിൽ ഇറക്കി കൊടുത്തു. അതാണ് ഇന്നും കാലാന്തരങ്ങളായി മാറി മാറി ഇബ്രാഹിം നബി പുനരുദ്ധരിച്ചു, വീണ്ടും പുനരുദ്ധരിച്ച് കഅബയായി നിലനിൽക്കുന്നു. ആ കഅബയെ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞു. അതായത് പട്ടണങ്ങളുടെ മാതാവ്. ആ സ്ഥലം ഉമ്മുൽ ഖുറയാണ്. അവിടെ നിന്നാണ് പിന്നെ പള്ളികളുടെ ആരംഭം. അപ്പോൾ പള്ളികളിൽ നിന്ന് മസ്ജിദുകൾ, ഈ മസ്ജിദുകളാണ് ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകമായ പ്രഭവ കേന്ദ്രങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. ആ മസ്ജിദുകൾ കെട്ടിയുയർത്താൻ, അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു മസ്ജിദ് കെട്ടിയുണ്ടാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവൻ അതുപോലെയുള്ളൊരു ഭവനം ഉണ്ടാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരാൾ കെട്ടിയുണ്ടാക്കാൻ കഴിവില്ല, ഒരു മസ്ജിദിൻ്റെ റിപ്പയറിന് കാശ് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് ഭാഗഭാഗിത്വം വഹിച്ചാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സ്വർഗത്തിൽ പകരം ഉത്തമമായ ഒരു ഭവനത്തിൽ അവനെ പ്രവേശിപ്പിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് സംഗതികൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു. അപ്പോൾ മസ്ജിദ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അതായത് എഡ്യൂക്കേഷണൽ, എല്ലാം മനുഷ്യൻ്റെ സത്യവിശ്വാസിയുടെ സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവും ചിന്താപരവുമായ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ മസ്ജിദാണ്. അവിടെ യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദൂവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും അവൻ്റെ നാമം ആ മസ്ജിദുകൾ സ്മരിക്കപ്പെടുന്നു. ആൾപ്പാർപ്പില്ലാത്ത, ആളനക്കമില്ലാത്ത ഒരു ഭാർഗവീ നിലയം പോലെ കെട്ടിയിട്ടുണ്ടാക്കാനല്ല യഥാർത്ഥത്തിൽ മസ്ജിദ്. കുറേ സിമന്റ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. സജീവമായ ഒരു കേന്ദ്രം, മനുഷ്യ ജീവിതത്തിൻ്റെ, നിത്യജീവിതത്തിൻ്റെ എല്ലാ സംഗതികളും നിയന്ത്രിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, ആലോചിക്കപ്പെടുന്ന ഒരു കേന്ദ്രം ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ സ്മരണ, അവൻ്റെ കീർത്തനങ്ങൾ അവിടെ ആലപിക്കപ്പെടുന്നു എന്നുള്ള. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. കുറേ മനുഷ്യന്മാർ എപ്പോഴും ആ മസ്ജിദുമായി, അവരുടെ ഹൃദയം ഈ മസ്ജിദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയിരിക്കും. അവരുടെ കച്ചവടമോ വ്യാപാരമോ വ്യവസായമോ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിൽ നിന്നും ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്, നമസ്കാരം നിലനിർത്തുന്നതും അതുപോലെ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവരെ ശ്രദ്ധയെ തിരിച്ചുവിടുകയില്ല എന്നുള്ളതാണ്. ഈ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ ഒരിടപാടും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അവരെ മാറ്റൂല. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഇടപാടുകളിലും അള്ളാഹുവിൻ്റെ സ്മരണയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ വബ്തഗൂ മിൻ ഫളില്ലാഹി ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കതീറ ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ മസ്ജിദുകളിൽ വന്നാൽ തന്നെ അവിടുത്തെ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം പുറത്തു പോയി കഴിയുമ്പോൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർത്തോളണം. അപ്പോൾ ഈ മസ്ജിദിൽ ഇരിക്കുമ്പോൾ മാത്രം തസ്ബീഹ് ചൊല്ലലല്ല യഥാർത്ഥത്തിൽ.
അതായത് ഈ മസ്ജിദിൽ നിന്ന് കിട്ടുന്ന ഊർജം ആവാഹിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഈ മസ്ജിദിൽ വന്നിട്ട് തിരിച്ചു വരുമ്പോഴും ആ ഊർജത്തിൻ്റെ ആ പ്രഭയിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് സുബഹിയും ലൊഹറും അസറും മഗ്രിബും ഇഷയുമൊക്കെ സംവിധാനിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും മനുഷ്യനുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവര് ഹൃദയങ്ങളും കണ്ണുകളും മറിഞ്ഞു പോകുന്ന ആ അന്ത്യദിനം അതിനെ സംബന്ധിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന്. അവർ പരലോകത്ത് വിജയിക്കണമെന്നുള്ള ഒരു ബേജാറ് അവരുടെ മനസ്സിലുണ്ടാവും. എങ്ങാനും തെറ്റിപ്പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ പെട്ടുപോകുമോ, ഇടപാട് നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ, വൈവാഹിക കാര്യങ്ങൾ നടത്തുമ്പോൾ, അതുപോലെയുള്ള മറ്റ് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ, പ്രവർത്തനം നടത്തുമ്പോൾ, സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോൾ, രോഗികളെ ചികിത്സിക്കുമ്പോൾ, പാലം കെട്ടുമ്പോൾ, പള്ളി പണിയുമ്പോൾ, റോഡുണ്ടാക്കുമ്പോൾ, നാട് ഭരിക്കുമ്പോൾ, സാംസ്കാരിക സംഘടനകൾക്ക് നായകത്വം വഹിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പോയാൽ അന്ന് കണ്ണുകളും ഹൃദയങ്ങളും ഇളകി മറിഞ്ഞ് വശായി പേടിച്ച് ഭീതിയോടെ പടച്ച തമ്പുരാന്റെ നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അവർ ഭയന്നുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മസ്ജിദ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്നു. മസ്ജിദ് എന്നാണ് പറയുക. നമുക്കത് സ്വാഭാവികമായിട്ടും അത് വലിയ ഉണ്ടാക്കണതിലൊക്കെ വലിയ താല്പര്യം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ ഇറങ്ങിച്ചെല്ലാറില്ല. മസ്ജിദ് സുജൂദിൻ്റെ സ്ഥാനം, സമർപ്പിക്കപ്പെടുന്ന സ്ഥലം എന്നുള്ളതാണ്. മസ്ജിദിൽ മുസല്ല ഉണ്ട്. മുസല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കണത് അത് ഈ ചൂടിപ്പടോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ നമ്മൾ വിരിക്കുന്ന ടാർപ്പായോ അല്ലെങ്കിൽ പായളോ പുൽപ്പായോ ഒന്നുമല്ല മുസല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനം, അനുഗ്രഹം നൽകുന്ന സ്ഥാനം എന്നാണ്. അതൊരു പേപ്പറാവാം, ഒരു തുണി കഷ്ണമാവാം, അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ചാലും മുസല്ല മസ്ജിദിനകത്ത്, അതായത് സമ്പൂർണമായി കീഴടങ്ങുന്ന ഒരു സ്ഥലം, എല്ലാം അള്ളാഹുവിന് അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മസ്ജിദ്. ആ മസ്ജിദിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുസല്ല ഉണ്ടാവും. ആ മുസല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അനുഗ്രഹം നൽകുന്ന സ്ഥാനമാണ്, ആശ്വാസം നൽകുന്ന, സ്വന്തം രക്ഷിതാവിനോട് എല്ലാ ആവലാദികളും പറഞ്ഞിട്ട് ആശ്വാസവും അനുഗ്രഹവും തേടിയിരിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ മുസല്ല. ഈ മസ്ജിദിൽ ഇനിയും ഒരുപാട് സംഗതികളുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഞാൻ കയറി നിൽക്കുന്ന സ്ഥലത്തിന് മിമ്പർ എന്നാ പറയാം. മിമ്പർ എന്നാ പറയാം. ഈ മിമ്പറിന് അർത്ഥമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ആർക്കും ഇത് കയറി നിൽക്കണമെന്നുകൊണ്ട് അറിയില്ല എന്നുള്ളതാണ്. കാരണം ടു എലിവേറ്റ്, ടു റൈസ്, ഉയർത്തുന്ന, അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ ആ പ്രകാശത്തിലേക്ക് ഉയർത്തുന്നതിന് പ്രയോജനകരമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഈ മിമ്പറിൽ നിന്ന് പുറപ്പെടേണ്ടത് എന്നാണ് ആ മിമ്പർ എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അതായത് പരസ്പരം വിഴുപ്പലക്കാനോ മറ്റുള്ളവനെ ചീത്ത പറയാനോ ഭത്സിക്കാനോ ഒന്നും അല്ല ഈ മിമ്പർ ഉപയോഗിക്കേണ്ടത്. മിമ്പർ ഈ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്റുജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘനാന്ധകാരങ്ങളിൽ നിന്ന് അവനെ ഈ ഉത്തമമായ അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ആ ലഭിച്ചിരിക്കുന്ന എണ്ണയിലൂടെ ലഭിച്ചിരിക്കുന്ന സംഗതിയുണ്ടല്ലോ, ആ വഹി, അത് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് യഥാർത്ഥത്തിൽ മിമ്പർ. മെഹ്റാബ് എന്ന് പറഞ്ഞ ഈ സ്ഥാനത്താണ്. മെഹ്റാബ് ഇതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളവിലാണ്. മെഹ്റാബ് ഹർബ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്. മനുഷ്യന് നന്മ ചെയ്യാൻ പോകുമ്പോൾ തിന്മയ്ക്ക് പ്രേരണ നൽകുന്ന പിശാച്, ആ പിശാചുമായി നിരന്തരമായ പോരാട്ടം നടത്തുന്ന ഒരു ഇടമാണിത്. അവിടെ നിൽക്കുന്ന ആളിന് ഇമാമം, മുന്നിൽ നിൽക്കുന്നവൻ. ആ മുന്നിൽ നിൽക്കുന്നവൻ ദേഹേച്ഛയോട് ഏറ്റവും ശക്തമായി പോരാടുകയും അണികളെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആളാണ് മെഹ്റാബ്. വലിയ അർത്ഥമാണ് അതിന്. മിമ്പറിനും മെഹ്റാബിനുമൊക്കെ വളരെ വലിയ ആഴങ്ങളിലുള്ള അർത്ഥമുണ്ട്. അതുപോലെ ഇവിടെ ഇല്ലെങ്കിലും മനാർ എന്നാണ് പറയുക. മനാർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് എന്നാണ്. ലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ, ലൈറ്റ് ഇലൂമിനേറ്റിംഗ് സെന്റർ എന്നാണ്. പള്ളി മിനാരങ്ങൾ, സിമന്റ് കൊട്ടാരങ്ങളല്ല. അവിടെ നിന്ന് ജീവിതത്തിന്റെ അല്ലാഹു നൂറ് സമാവാത്ത്, ഈ പടച്ച നമ്പുരാൻ നമുക്ക് തന്ന ഖുർആൻ എന്ന നൂറിന്റെ പ്രഭ ലോകത്തേക്ക് വിതരണം ചെയ്യുന്ന കേന്ദ്രമായിരിക്കും മനാറുകൾ. മനാറ് മാറി മാറി മുനാരവും മിനാരറ്റും ഒക്കെ ആയിപ്പോയതാണ്. മനാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകാശം വിതറുന്ന കേന്ദ്രമെന്നാണ്. ലൈറ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രകാശം വിതറുന്ന കേന്ദ്രമാണ്. മസ്ജിദ് എന്ന വാക്കിനും മുസല്ല എന്ന വാക്കിനും മിമ്പർ എന്ന വാക്കിനും മെഹ്റാബ് എന്ന വാക്കിനും അതുപോലെ മനാർ എന്ന വാക്കിനും കുബ്ബ എന്ന വാക്കിനുമൊക്കെ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളാണ് യഥാർത്ഥത്തിലുള്ളതെന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും സത്യത്തിൽ നമ്മളെ മസ്ജിദുകളെല്ലാം ഇന്ന് വെറും സിമന്റ് കൊട്ടാരങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ മസ്ജിദിൽ സമ്പൂർണമായ സമർപ്പണം സാധ്യമാകുന്നില്ല. മിമ്പറുകൾ എന്ന് മനുഷ്യനെ ആകാശത്തെ പ്രകാശ ലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഉത്തംഗമായ സംഗതികളൊന്നും കേൾക്കുന്നില്ല എന്നുള്ളത്.
മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമ് പോലും യഥാർത്ഥത്തിൽ ഈ ദേഹേച്ഛകളോട് പൊരുതുന്ന ഒരു തരത്തിലല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാതൃകയായി മുന്നിൽ നിന്ന് ദേഹേച്ഛയോട് പൊരുതി അണികളെ അങ്ങോട്ട് നയിക്കുന്ന ആ മെഹ്റാബും മെമ്പറും മസ്ജിദും മുസല്ലയും മനാറും ഹുബയും ഒക്കെ ചേരുമ്പോഴാണ് ഫീ ബുയൂത്തിൻ അതിനല്ലാഹു അൻ യുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു ويسبح له في الغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ ഇതെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ ശരിക്ക് പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ശരിയായ ഒരു ചിന്ത ഉണ്ടാകുന്നതും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നതും അള്ളാഹുവിന്റെ രക്ഷയെക്കുറിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ഇവിടെ വരുന്ന സത്യവിശ്വാസികൾ അവർ വെറുതെ പൊള്ളയായി പോകില്ല. അവരുടെ ഹൃദയത്തിൽ നൂറുണ്ട്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ആരുടെയെങ്കിലും ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് തിരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ പ്രകാശത്തിലായിരിക്കും. ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രകാശം, ജിബ്രീൽ എന്ന മാലാഖ, പ്രകാശത്തിന്റെ മാലാഖ വഹിച്ചു കൊണ്ടുവന്ന പ്രകാശം, ഖുർആൻ എന്ന മഹാപ്രകാശം, പ്രകാശത്തിന്റെ പ്രവാചകൻ കൈകാര്യം ചെയ്തത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വന്നത് ആ നൂറിലായിരിക്കും യഥാർത്ഥത്തിൽ അവൻ സഞ്ചരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഈ നൂറ് ലോകത്ത് വിതരണം ചെയ്യുമ്പോൾ, പ്രഭ പരത്തുമ്പോൾ, മനുഷ്യ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവിടെ ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സമർപ്പണം ഉണ്ടാവും. അതിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നും മുസ്ലിങ്ങളെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം ചെയ്തിട്ടുള്ളത്. അല്ലാതെ കാനേശുമാരിയിലെ മുസ്ലിങ്ങളെന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ഒന്നും ആ ഒറിജിനൽ സ്വഭാവമോ അല്ലെങ്കിൽ ആശ്വാസമോ കിട്ടുന്ന തരത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വളരെ വളരെ ആഴത്തിലാണ് ഓരോ വാക്കും അതിന്റെ അർത്ഥവും സത്തയും പ്രായോഗികതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ വഴി പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള നൂറ് അല്ലാഹ് ഈ പ്രവാചകൻ വഴി ഇറക്കിയത് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഈ പ്രകാശം, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം, പ്രപഞ്ചത്തിന്റെ പ്രകാശം, അത് മനുഷ്യ ജീവിതത്തിലെ പ്രായോഗിക നടപടിക്രമങ്ങളിലും അത് അല്ലാഹു തആല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അത് പൂർത്തീകരിക്കാതെ വിടുന്ന പ്രശ്നം തന്നെ ഇല്ല. ആരെതിർത്താലും, ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും, ആര് വെറുത്താലും ശരി, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനം ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുള്ളൂ. അപ്പൊ ആ നൂറിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തൃഷ്ണയായിരിക്കണം, താല്പര്യമായിരിക്കണം. അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാ വൈതരണികളെയും അതിജയിക്കാനുള്ള തന്റെ ഉണ്ടാവും, എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള തന്റെ ഉണ്ടാവും. സുഭിക്ഷതയിലോ ദൗർഭക്ഷതയിലോ ഒന്നും യഥാർത്ഥത്തിൽ അവന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. ആരോഗ്യത്തിലോ രോഗത്തിലോ അവന് ബേജാറ ഉണ്ടാവില്ല. രോഗം വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞ് അവന് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ ഈ നൂറ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ നൂറിനോടൊപ്പം പ്രവർത്തിക്കുന്ന മാലാഖമാർ അവന്റെ ചുറ്റിൽ നിന്ന് ലാ തഖാഫു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്നവന് ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള ആ മഹത്തായ സ്വർഗ്ഗാരമുണ്ടല്ലോ, അതിതാ ഇതാ ഇവിടെ അടുത്ത് തന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാലാഖമാർ അവന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു നൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. സത്യവിശ്വാസികൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അധ്വാനിച്ച് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഈ നൂറിലേക്ക് പ്രവേശിക്കാം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. ആ നൂറിലേക്ക് ആത്മാർത്ഥമായി പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുഹ്സീ സനാഅ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തറല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാ ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്
എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മസ്ജിദിനെ കുറിച്ചും മനാറിനെ കുറിച്ചും മിമ്പറിനെ കുറിച്ചും മെഹ്റാബിനെ കുറിച്ചും മുസല്ലയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് ഇതിന് ഇത്ര ആഴമുണ്ട് എന്നുള്ളത് പലരും ചിന്തിക്കുന്നത്. വളരെ ഗഹനമാണ് വിഷയം. മനുഷ്യ മനസ്സിന് ആശ്വാസം തരാനും വിവരമുണ്ടായാലേ ആശ്വാസം ഉണ്ടാവുള്ളൂ. ഇതിലൂടെ ആഴത്തിലിറങ്ങിപ്പോകുമ്പോൾ അള്ളാഹുമായിട്ട് നമ്മൾ അടുക്കും. ഇതിൽ നിന്ന് മാറിപ്പോയാൽ അന്ധകാരം വരും. അടുത്ത ആയത്തുകൾ അന്ധകാരത്തെക്കുറിച്ച് പറയാം. അന്ധകാരം എപ്പോഴും മനുഷ്യനെ പേടിപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്തും. ഭാവി അനിശ്ചിതത്വം, ഇവിടെ സുനിശ്ചിതത്വം. അന്ധകാരത്തിൽ എപ്പോഴും അനിശ്ചിതത്വമാണെങ്കിൽ സത്യവിശ്വാസത്തിൽ എപ്പോഴും സുനിശ്ചിതത്വമാണ്. ഈ നമുക്ക് ലഭ്യമായ നൂറ് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല എന്നുള്ളതാണ്. മരണവേളയിലും ഈ നൂറാണ് പ്രകാശത്തിൻ്റെ മാലാഖമാരാ വരിക. സത്യവിശ്വാസിയെ സ്വീകരിക്കാൻ പ്രകാശത്തിൻ്റെ മാലാഖമാർ വരും. സത്യനിഷേധിയെ സ്വീകരിക്കാൻ അന്ധകാരപരമായ സാഹചര്യത്തിൽ കറുത്തിരണ്ട കോലത്തിലാണ് മാലാഖമാർ വരുന്നത്. അപ്പോൾ പുറത്ത് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ യാ നഫ്സൻ ഖബീസ, അല്ലയോ മ്ലേച്ഛാത്മാവേ, അതായത് ജീവിതം നഷ്ടപ്പെടുത്തിയ ആത്മാവയോ, ഹ്റജ്, നീ പുറപ്പെടുകയില്ല, അള്ളബി റബ്ബിക്ക്, നിൻ്റെ രക്ഷിതാവിൻ്റെ കോപത്തിലേക്ക് പുറപ്പെടുമെന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ആത്മാവ് ഇങ്ങോട്ട് വരാനും മടിക്കും. കാരണം അതിൻ്റെ നൂറ് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, പ്രഭ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ വരാനും ശ്രമിക്കുമ്പോൾ വൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മോന്തയ്ക്ക് മേനസിലുണ്ട് അടിക്കുന്ന മലക്കൾ. ഞാൻ പറഞ്ഞല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞു. ആ പ്രഭ നഷ്ടപ്പെട്ടു പോയാൽ ഉലൈക കല്ലനഅം, അവർ മക്കാലികളെ പോലെയാണ്. മസലുഹും കമസലിൽ കൽബ്, അവരുടെ ഉദാഹരണം നായിൻ്റെ ഉദാഹരണം പോലെയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു പറഞ്ഞു. നമുക്ക് നൽകിയിരിക്കുന്ന ഈ നൂറ്, ഈ പ്രകാശം, അള്ളാഹുവിൻ്റെ പ്രകാശം, പടച്ചവൻ കൊളുത്തിത്തുന്ന പ്രകാശം, ആരെങ്കിലും ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയാൽ അവനിവിടെ മൃഗമായിട്ടാണ്, അല്ലെങ്കിൽ നായയെ പോലെയാണ് ജീവിക്കുക. മനുഷ്യൻ്റെ കോലായിരിക്കും നായയുടെ പെരുമാറ്റമായിരിക്കും എന്നുള്ളതാണ്. മനുഷ്യൻ്റെ കോലവും മൃഗങ്ങളുടെ പെരുമാറ്റം ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയാം. മൃഗങ്ങൾ തിന്നും പോലെ തിന്നുകയും മൃഗങ്ങൾ ഇണചേരും പോലെ ഇണചേരുകയും മൃഗങ്ങൾ ഉറങ്ങും പോലെ ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ എന്ന ആ സത്ത അവനിൽ നിന്ന് ഊരിപ്പോകും ആ നൂറ്. ഈ നൂറ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും അതിൽ അല്ലാഹു തആല പെടുത്തും എന്നുള്ളതാണ്. ഈ നൂറ് എപ്പോഴും സജീവമായി നിലനിർത്താൻ അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത് ദിക്ർ, അള്ളാഹുവിൻ്റെ സ്മരണ. നേരത്തെ പറഞ്ഞോളെ, റിജാലുൻ ലാ തുൽഹിഹിം വലാ തിജാറത്തും വലാ ബൈഅ, അതായത് കച്ചവടവും വ്യാപാരവും ഒന്നും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധയെ തിരിച്ചു വിടാതിരിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളെ മക്കളും അതുപോലെ തന്നെ നിങ്ങളെ സമ്പത്തും ഒന്നും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിടാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയാൽ അവർ നഷ്ടകാരികൾപ്പെട്ടവരാണ്. വേദനാജനകമായ ഒരു ദുന്യാവിലെ ജീവിതം അന്തിമമായി, പരലോകത്ത് അതിനേക്കാൾ വേദനാജനകമായ ജീവിതം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൂറ്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തൂബൂ ഇലല്ലാഹ്, അള്ളാഹിലേക്ക് മടങ്ങിക്കൊള്ളുക. തൗബതൻ നസുഹ, നിഷ്കളങ്കമായ തൗബയോടുകൂടി. അപ്പോൾ ആ നൂറ് നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് അല്ലാഹു തആല നിർദ്ദേശിച്ചിരുന്നത് തൗബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 70 പ്രാവശ്യം മുതൽ 100 പ്രാവശ്യം വരെ തൗബ പറഞ്ഞിരുന്നു എന്ന് സഹിഹ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്താൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ തെറ്റുകളെല്ലാം, സയ്യിഅത്ത് തിന്മകളെല്ലാം മായ്ച്ചു കളഞ്ഞേക്കാം. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവിയൊഴുകുന്ന നിത്യാനന്ദത്തിൻ്റെ സ്വർഗാരമങ്ങൾ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യാം. അതായത് യൗമലാ യുഹ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു, അള്ളാഹു അവൻ്റെ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും അപമാനിക്കാത്തൊരു ദിനമുണ്ട്. ആശ്വസിപ്പിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ദിനമുണ്ട്. അന്ന് ഈ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം,
അവരുടെ അള്ള കൊളുത്തിക്കൊടുത്ത പ്രകാശം ഉണ്ടല്ലോ, ഈ ആകാശഭൂമിയുടെ പ്രകാശം, ഹൃദയത്തിൽ സ്ഥാപിച്ച പ്രകാശം, അതിൻ്റെ കൂടെ വഹീ തന്നിട്ട് മേൽക്കുമേൽ പ്രകാശം. ആ നൂറുഹും യസ്ആ ബൈന അയ്ദീഹിം, അവരുടെ ആ നൂറ് പ്രകാശം വബി ഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും വലതുഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതായത് ഈ പ്രകാശം, ഉള്ളിൽ പ്രകാശം, പ്രകാശത്തിൻ്റെ മാലാഖമാരിലൂടെ മരണത്തിലേക്ക്, എന്നിട്ട് മരണത്തിൽ നിന്നും മഹ്ശറയിലേക്ക് ആ പ്രകാശത്തിൻ്റെ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് പ്രകാശത്തിൻ്റെ മാലാഖമാരുടെ അകമ്പടിയോടി. നൂറുഹും യസ്ആ ബൈന അയ്ദീഹിം വബി ഐമാനിഹിം, നമ്മുടെ മുന്നിലും സത്യവിശ്വാസികളുടെ മുന്നിലും വലതുഭാഗങ്ങളിലും ആ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മുടെ പ്രാർത്ഥന, സത്യവിശ്വാസികളുടെ പ്രാർത്ഥന, യഖൂലൂന റബ്ബനാ അതിമിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബന അതിമിം ലനാ നൂറന, പടച്ച തമ്പുരാനെ ഞങ്ങളെ നൂറ്, ഞങ്ങളുടെ ഈ പ്രകാശം നീ ഒന്ന് പൂർത്തീകരിച്ച് തരണേ തമ്പുരാനെ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ എന്ന ഹൃദയംഗമായ പ്രാർത്ഥനയായിരിക്കും അന്ന് പരലോകത്തെത്തുമ്പോഴും ഈ സത്യവിശ്വാസികൾ ഉണ്ടാവുക. ഇങ്ങനെ ദുന്യാവിൽ മസ്ജിദിലും വീടുകളിലുമൊക്കെ റോഡുകളിലുമൊക്കെ അള്ളാഹുവിനെ സ്മരിച്ച് പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നയിക്കുന്ന സത്യവിശ്വാസി മരണത്തിന്റെ വേളയിൽ മാലാഖമാരോടൊപ്പം പ്രാർത്ഥനാനിരതമായ ഒരു വേർപാട്, പിന്നെ പ്രാർത്ഥനാനിരതമായ ഒരു പുനരുദ്ധാനം, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വീണ്ടും പ്രാർത്ഥിക്കും, റബ്ബനാ അതിമിം ലനാ നൂറനാ, അതായത് റബ്ബനാ ഫഗ്ഫിർ ലനാ വഅതിമിം ലനാ നൂറനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകളെല്ലാം റബ്ബനാ അതിമിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞങ്ങൾക്ക് പുറത്തു വരികയും ഞങ്ങളുടെ നൂറ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകമാനം പ്രകാശമയമായ ഒരു ജീവിതത്തിലൂടെ തുടക്കം അങ്ങനെ തന്നെയാണ്. ആദം നബിക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകിയതിനു ശേഷം റൂഹ് ഊതുമ്പോഴാണ് ആദം എന്ന സത്ത ഉണ്ടാവുന്നത്. ആ റൂഹ് നൂറാണ്. ആ നൂറിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ ദിവ്യപ്രകാശമായ നുബുവത്ത്, അതായത് വഹി വരുന്നത്. അങ്ങനെ നൂറുന്നല നൂറ്, മേൽക്കുമേൽ പ്രകാശത്തോടുകൂടി ഭൂമിയിൽ വന്നു. ആ പ്രകാശം അല്ലാഹു തആല ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തിയാക്കിയ ആ പ്രകാശം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന, അപ്പോൾ ഹൃദയം വിശാലമാകണം. എല്ലാ തരത്തിലുള്ള അനാവശ്യങ്ങളും തോന്യാസങ്ങളും അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യവും ഇടമത്സരവും ഒക്കെ ഒഴിഞ്ഞ് ഹൃദയത്തിൽ വെളിച്ചം കയറുക എന്ന് നമ്മൾ പറയില്ലേ, വെളിച്ചം കയറുക. ആ നൂറ് താങ്ങി നടക്കുന്ന സത്യവിശ്വാസികളുടെ മഹോന്നതമായ ജീവിത പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ആ നൂറ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രകാശമനമായ ഒരു തരത്തിലുള്ള പെരുമാറ്റമാണോ നമ്മളിൽ നിന്നുണ്ടാവുന്നത്? അതല്ല പിശാചിന്റെ അന്ധകാരത്തിലുള്ള തോന്യാസമാണോ നമ്മളിൽ ഉണ്ടാവുന്നതെന്ന് ഓരോരുത്തരും ഇങ്ങനെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഒരുപോലെ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മുടെ കണക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കണക്ക് നോക്കുക. നീ നിന്റെ കണക്ക് നോക്കപ്പെടുന്നതിന് മുമ്പ് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിന്റെ കണക്ക് നോക്കപ്പെടുന്നതിന് മുമ്പ് നീ തന്നെ നിന്റെ കണക്ക് നോക്കുക. ഫൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് ഓരോ ആത്മാവും എന്താണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവരവർ നോക്കട്ടെ എന്നുള്ളതാണ് വിജയത്തിനുള്ള ഒരു ഉപാധിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ നിമിഷവും ഓരോ നമസ്കാരവും കണക്കെടുപ്പിന് ഉത്തമമാണ്. ഓരോ ദിവസവും കണക്കെടുപ്പിന് ഉത്തമമായ സമയമാണ്. എല്ലാ തെറ്റുകളും പുറത്തുപോയി ശുദ്ധതയിൽ നൂറിൽ പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന കവാടമാണ് യഥാർത്ഥ നമസ്കാരം. ആ നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് വരുന്ന സക്കാത്തും പിന്നെ മാന്യമായ പ്രവർത്തനവും, അത് നമ്മളെ കണക്കെടുപ്പ് നടത്തുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഫാൾട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഫാൾട്ട് കണ്ടുപിടിച്ച് തിരുത്തി തൗബ ചെയ്യുന്ന സത്യവിശ്വാസികളായി ജീവിക്കണമെങ്കിൽ മാത്രമേ ഈ നൂറ് നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, കുടുംബക്കാർ, ഉസ്താദന്മാർ, മുഴുവൻ സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളുടെ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നിന്റെ പ്രകാശം അവരുടെ ഖബർ ബർസഖിയായ ജീവിതത്തിൽ നൽകി അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു നിന്റെ പ്രകാശത്തിൽ ജീവിച്ചു പോകാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു തരണേ തമ്പുരാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ
ബുദ്ധിമുട്ടുകളും കടങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ദുആയുടെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രാർത്ഥന നീ സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ദുനിയാവിലെ ജീവിതം നിന്റെ പ്രകാശത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രകാശമയമായ ഒരു ആഖിറം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മഹ്ശറെ നീ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. അവസാനം നിന്റെ ലിഖാ പ്രകാശത്തിലെത്തിച്ചേരാൻ ഫിർദൗസിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടാനുള്ള ആ ഉത്തമമായ സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥനാനിരതമായി നിന്നോട് അടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാവിധ പൈശാചിക ദൗർബോധനങ്ങളും ഞങ്ങളുടെ മനസ്സിനെ നീ അകറ്റി നിർത്തണേ തമ്പുരാനെ. നിന്റെ പ്രഭ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നീ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കണേ തമ്പുരാനെ. അതിനെ കെടുത്തിക്കളയുന്ന ഒന്നിലേക്കും പോകാതിരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.